നമ്മുടെ സംസ്ഥാനത്തെ ഓരോ പഞ്ചായത്തുകളിലെയും പഞ്ചായത്ത് പ്രസിഡന്റുമാർ അവരവരുടെ ഭരണ കാലയളവുകളിൽ അതാത് പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികളും ക്ഷേമ പ്രവർത്തനങ്ങളും ഭാവിയിലേക്കുള്ള ലക്ഷ്യങ്ങളുമെല്ലാം കേരള വിഷൻ ന്യൂസിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പമുള്ളത് തൃശൂർ ജില്ലയിലെ വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി, എറണാകുളം ജില്ലയിലെ ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വൻ എന്നിവരാണ്. എൻ്റെ പഞ്ചായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശൂർ ജില്ലയിലെ വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികളിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഡിജിറ്റൽ സാക്ഷരതാ രംഗത്തും അതുപോലെ തന്നെ കൃഷി മേഖലയിലുമെല്ലാം ഊന്നൽ നൽകിക്കൊണ്ടാണ് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. പഞ്ചായത്തിന്റെ പദ്ധതികളും പ്രവർത്തനങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം പങ്കുവയ്ക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നിഷ ഷാജി നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം നിഷ ഷാജി. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഈ ഒരു ഭരണ കാലയളവിൽ പഞ്ചായത്തിൽ നടപ്പിലാക്കി വന്നിട്ടുള്ള മൊത്തം വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? എല്ലാവർക്കും നമസ്കാരം. ആരോഗ്യ മേഖലകളിൽ ഞങ്ങൾ നല്ലൊരു വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. FHC എന്ന നിലയിൽ കൂടുതൽ രോഗികൾ അവിടെ എത്തുന്നുണ്ട്. ഉച്ചവരെയാണ് നമുക്ക് OP ഒക്കെ ഉണ്ടായിരുന്നത്. കൂടുതൽ ആളുകളുള്ള കാരണം നമുക്കൊരു ഡോക്ടറിനെയും നഴ്സിനെയും നമുക്ക് വയ്ക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ പാലിയേറ്റീവ് രംഗത്തും വലിയൊരു സംഖ്യ നമ്മൾ വച്ച് കിടപ്പിലായ രോഗികളുടെ വീടുകളിൽ നിന്നിട്ടുള്ള പരിചരണം, അവർക്ക് വേണ്ടുന്നതായ ചികിത്സാ സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതും നമുക്ക് കൂടുതൽ 100 ചില്ലാനും രോഗികളാണ് ഉള്ളത്. അത് നമ്മൾ ഒരു യൂണിറ്റും കൂടി തുടങ്ങണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെയും ആലോചനയിലാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതും അങ്ങനെ ആസ്പത്രിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും ഞങ്ങൾ ഇടപെടാറുണ്ട്. അതിന് അതാത് സമയത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും പഞ്ചായത്ത് സജീവമായിട്ട് പഞ്ചായത്തും ഹെൽത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഈ 2022-23 വ്യവസായ വാണിജ്യ വകുപ്പിന്റെ സംരംഭക അവാർഡ് കരസ്ഥമാക്കിയ പഞ്ചായത്താണ് വെള്ളാങ്ങല്ലൂർ. ഈ ഒരു നേട്ടത്തിലേക്ക് എങ്ങനെയാണ് എത്താൻ സാധിച്ചത്? ഈ ഒരു വ്യവസായ വാണിജ്യ രംഗത്തും അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിലുമെല്ലാം പഞ്ചായത്ത് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? പുതിയ സംരംഭകർക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ക്യാമ്പയിനുകൾ നടത്തി അവർക്ക് പരിശീലനം നടത്തി അതിന് അവർക്ക് ബാങ്കുമായി സംബന്ധിച്ച് നമ്മൾ ലോണുകൾ കൊടുത്ത് പുതിയ സംരംഭകരെ നമ്മൾ കൊണ്ടുവന്ന് ഏറ്റവും കൂടുതൽ സംരംഭക യൂണിറ്റുകൾ തുറന്നതിനാണ് ഞങ്ങൾക്ക് സംരംഭക അവാർഡ് ഞങ്ങൾക്ക് കരസ്ഥമാക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത്. അത് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് നമുക്ക് സാധിച്ചു. പഞ്ചായത്തിന്റെ വലിയ ഒരു നേട്ടം അല്ലെങ്കിൽ കൈവരിച്ച ഒരു മാതൃക എന്ന് പറയുന്നത് മാലിന്യ നിർമ്മാർജ്ജനം വിജയകരമായി ബയോബിൻ അതുപോലെ തന്നെ മിനി MCF കേന്ദ്രങ്ങൾ, മറ്റിടങ്ങളിൽ നിന്ന് മാലിന്യം സംഭരിച്ച് അത് സംസ്കരിക്കുന്ന മിനി MCF കേന്ദ്രങ്ങളടക്കം വളരെ വിജയകരമായി നടപ്പിലാക്കി വരുന്ന ഒരു പഞ്ചായത്താണ്. അപ്പോൾ മാലിന്യമുക്ത നവകേരളം പോലുള്ള പദ്ധതികളുടെയും ക്യാമ്പയിനിന്റെയും എല്ലാം ഭാഗമായിക്കൊണ്ട് മാലിന്യ സംസ്കരണ രംഗത്ത് പഞ്ചായത്ത് സ്വീകരിച്ചു വരുന്ന പദ്ധതികളും അതുപോലെ തന്നെ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളും അവ എന്തെല്ലാമാണ്? ഹരിതകർമ്മസേനയെ കൊണ്ട് വീടുകളിൽ നിന്നും അജൈവ മാലിന്യം ശേഖരിച്ച് തരംതിരിച്ച് 500 ടണ്ണിലധികം ക്ലീൻ കേരള കമ്പനിക്കും ബയോമാക്സിൻ കമ്പനിക്കും നമ്മൾ കൈമാറാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രധാന നിരത്തുകളിലെല്ലാം തന്നെ നമുക്ക് ബോട്ടിൽ ബൂത്ത് വയ്ക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്കുള്ളത് ഒരു MCF ആണ് ഉള്ളത്. മിനി MCFകളും എല്ലാ വാർഡുകളും മിനി MCFകളും നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ മാലിന്യമുക്തമായി പഞ്ചായത്താക്കി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 സ്കൂളിന് നമുക്ക് തുമ്പൂർ മൊഴി കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതുനിരത്തുകളൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മളുടെ പഞ്ചായത്തിലുള്ള വിവിധ സ്ഥലങ്ങളിൽ പൊതുനിരത്തുകളൊക്കെ വൃത്തിയാക്കാനായിട്ടുള്ള ക്യാമ്പയിനുകൾ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അതുപോലെ എല്ലാ വീടുകളിലേക്കും നമുക്ക് ബയോബിന്നുകൾ കൊടുക്കാനുള്ള ഈ പ്രാവശ്യം നമ്മൾ അതിനു വേണ്ടിയിട്ട് ഫണ്ട് വച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ വീടുകളിലും തന്നെ ബയോബിന്നിലെത്താം. നമ്മളുടെ സ്ഥാപനങ്ങളെല്ലാം ഹരിത സ്ഥാപനങ്ങളായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മൾക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം എന്നുള്ളത് നമുക്കിടെ ഡയപ്പറാണ്. ഡയപ്പർ വീടുകളിൽ നിന്നൊക്കെ ഡയപ്പറുകൾ നിർമ്മാർജ്ജനം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡയപ്പറിന്റെ ഒരു യൂണിറ്റ് നമ്മൾ തുടങ്ങാനുള്ള ഒരു ആലോചനയിലാണ്. അത്തരത്തിലും കൂടി ആയാലാണ് നമുക്ക് ഈ മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. പൊതുനിരത്തുകളിലെല്ലാം തന്നെ ഇന്ന് നമ്മൾ കാണുന്നത് നമ്മളുടെ ജലാശയങ്ങളിലേക്കൊക്കെ ഈ ഡയപ്പർ അതുപോലത്തെ സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നതാണ്. അതിന് ഒരു അതിനു വേണ്ടിയിട്ടുള്ള ഞങ്ങൾ പദ്ധതികൾ ഞങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്. മാലിന്യ നിർമ്മാർജ്ജനം പോലെ തന്നെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള മറ്റൊരു രംഗമാണ് വിദ്യാഭ്യാസ രംഗം. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതും അതുപോലെ തന്നെ വിദ്യാലയങ്ങളിലൂടെ ഈ ഹരിത വിദ്യാലയം പോലെ മാലിന്യ നിർമ്മാർജ്ജനവും കൃഷിയും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹരിത വിദ്യാലയങ്ങളാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പഞ്ചായത്തിൽ നടത്തിവരുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? എത്രത്തോളം സ്കൂളുകൾ ആ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്? ആ സ്കൂളുകളിൽ എന്തെല്ലാമാണ് നടത്തിവരുന്നത് എന്നുള്ളതൊന്ന് വിശദമാക്കാമോ? സ്കൂളുകളിൽ ഞങ്ങൾക്ക് 6 സ്കൂളും ഒരു എയ്ഡഡ് സ്കൂളാണുള്ളത്. ആ സ്കൂളിന്റെ ഒക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ള MLA ഫണ്ട് വെച്ചിട്ട് നമുക്ക് 2-3 സ്കൂളിനെ നമുക്ക് വലിയ കെട്ടിടങ്ങളായിട്ട് നമുക്ക് ഉയർത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഇതിപ്പോ നമ്മൾ ഒരു 3 സ്കൂളുകൾക്ക് കെട്ടിടത്തിനുള്ള അതിന്റെ പ്രാരംഭ ഘട്ടത്തിലാണ് നമ്മള്. അതുപോലെ തന്നെ പഞ്ചായത്തും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ നമ്മൾ വച്ചിട്ടുണ്ട്. പിന്നെ ബയോബിന് പോലത്തെ സ്കൂളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഫർണിച്ചറുകള്, അടുക്കള ഉപകരണങ്ങള് അതെല്ലാം നമുക്ക് നൽകാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ലാപ്ടോപ്പ് മുതലായവർക്ക് നമ്മൾ ഫണ്ട് വെച്ച് നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മൾ ഏകദേശം നമ്മൾ ഒരു കണ്ടിജൻസി ചെലവ്, അവരുടെ ദൈനംദിന ചെലവ് എന്നുള്ള രീതിയിൽ ഈ സ്കൂളുകൾക്കെല്ലാം ഇത്തരത്തിലുള്ള അടിസ്ഥാന വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 25 ലക്ഷം രൂപയാണ് നമ്മുടെ സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അനുവദിച്ചേക്കുന്നത്. പഞ്ചായത്തിലെ കാർഷിക മേഖലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രധാനമായും സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അവിടെ നടത്തിവരുന്ന കൃഷി ഏതെല്ലാം ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്? അതുപോലെ തന്നെ കൃഷിയുടെ സംരക്ഷണവും കന്നുകാലി സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങളിൽ പഞ്ചായത്ത് എങ്ങനെയാണ് ഇടപെടുന്നത്? കൃഷി ഏറ്റവും കൂടുതൽ നമ്മൾ പാടശേഖരങ്ങൾക്ക് നമ്മൾക്ക് ഫണ്ടുകൾ വയ്ക്കാറുണ്ട്. അവർക്ക് നെൽകൃഷിക്കും കുമ്മായം അതുപോലെ തന്നെ കൂലിച്ചെലവ് ഇനത്തിലാണ് നമ്മൾ ഫണ്ട് വയ്ക്കാറ്. അതുപോലെ തന്നെ നമ്മൾ ബണ്ടുകൾ കെട്ടാറുണ്ട്. അത് സ്ഥിരം ബണ്ടുകൾ ആക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഇവിടെ ഒരു കൂനമ്പാലം സ്ലൂയിസ് ആക്കുന്നതിന് 80 ലക്ഷം രൂപയോളം അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ കെട്ടിച്ചിറ എന്ന് പറഞ്ഞ 3 പഞ്ചായത്തിനെ പ്രതിനിധീകരിക്കുന്നതാണ്. അതിന് നമുക്ക് ഫണ്ട് ചേർന്നിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മൾക്ക് ചെറിയ ചെറിയ കെട്ടുകളും ഇതൊക്കെ ഉണ്ട്. അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സർക്കാരിനോടും അതുപോലെ നഗരസജ്ജ പദ്ധതിയിലൊക്കെ നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണെങ്കിൽ തന്നെ നമുക്ക് ഏക്കർ കണക്കിനോളം നമുക്ക് ഉപ്പുവെള്ളം കയറുന്ന പ്രദേശമാണ് ഞങ്ങളുടെ വള്ളിവട്ടം പ്രദേശം. അവിടെ നമുക്ക് കൃഷിക്ക് ഉപയോഗമാക്കാൻ സ്ഥിരം സ്ലൂയിസ് എന്നുള്ളൊരു സ്വപ്നം ഞങ്ങൾക്കുണ്ട്. അത് കുടിവെള്ളവും സംരക്ഷിക്കപ്പെടും, അതുപോലെ തന്നെ കൃഷിയും കൂടുതൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കൃഷി മേഖലകളിലേക്ക് നമ്മൾ ഈ പ്രാവശ്യം സമഗ്രമായി നമ്മൾ എല്ലാ കൊല്ലം വെക്കണ ഇത് കൂടാതെ നമ്മൾ ഈ പ്രാവശ്യം കരിക്ക് ഗ്രാമം എന്നൊരു പദ്ധതി വെച്ചിട്ടുണ്ട്, കരിക്ക് ഗ്രാമ പദ്ധതി. അതുപോലെ തന്നെ നമ്മുടെ തെങ്ങിന്റെ ഇപ്പൊ ശോചനീയാവസ്ഥ നമുക്കറിയാം. അത് കേടായ തെങ്ങുകളെ വെട്ടി മാറ്റി പുതിയ തെങ്ങ് തൈ കൊടുക്കുക. അതാണ് നമ്മൾ പുതിയതായിട്ടുള്ള പ്രൊജക്ട് ഈ പ്രാവശ്യം വെച്ചേക്കുന്നത്. പിന്നെ കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ വിപണന കേന്ദ്രങ്ങളും തുടങ്ങിയിട്ടുണ്ട്. പൊതുവെ ഈ വേനൽക്കാലങ്ങൾ എത്തുമ്പോഴേക്കും ജലക്ഷാമം നേരിടുന്ന ഒരു പഞ്ചായത്താണ് വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് എന്ന് പറയുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു കുടിവെള്ളക്ഷാമം അതുപോലെ തന്നെ കാർഷിക മേഖലയിലേക്ക് അടക്കം ഈ ജലക്ഷാമം ഈ 2 മേഖലകളെയും ബാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ജലസേചനം, കാർഷിക ആവശ്യത്തിനായുള്ള ജലസേചനവും അതുപോലെ തന്നെ കുടിവെള്ളവും ഈ ഒരു ക്ഷാമകാലത്ത് എങ്ങനെയാണ് ഈ കുടിവെള്ളവും അതുപോലെ തന്നെ ജലസേചനവും ഉറപ്പുവരുത്താൻ പഞ്ചായത്ത് ശ്രമിക്കുന്നത്? വെള്ളാലൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളത്തിനാണ് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നത്. നമുക്ക് വാട്ടർ അതോറിറ്റി, വൈന്തല വാട്ടർ അതോറിറ്റി എന്നാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. അത് ജലനിധി ജൽജീവൻ പദ്ധതി
ിലൂടെയാണ് ഇപ്പോൾ ജലവിതരണം നമുക്ക് നടത്താനായിട്ട് സാധിക്കുന്നത്. 15 ദിവസം കൂടുമ്പോഴൊക്കെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വെള്ളം വരാറുള്ളത്. ഇപ്പൊ ജലനിധി പദ്ധതിയും ജലജീവന്റെ സ്കീമും വന്നോടുകൂടി ഇപ്പൊ നമുക്ക് വെള്ളം, ശുദ്ധജലം അല്ലെങ്കിൽ നമ്മൾ കുടിവെള്ളം വിതരണം ചെയ്യാറാണ് പതിവ്. കൃഷി മേഖലയ്ക്ക് തനതായ രീതിയിലുള്ള പമ്പുകൾ സ്ഥാപിച്ച് നമ്മൾ ഇലക്ട്രിസിറ്റി വഴി കൊടുക്കാറുണ്ട്. ചെറിയ ചെറിയ കുടിവെള്ള പദ്ധതികള്. ഈ ജലക്ഷാമത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ജലക്ഷാമത്തെ ഫലപ്രദമായി നേരിടുന്നതിനായി പൊതുജലാശയങ്ങൾ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ പൊതുജലാശയങ്ങൾ കൂടുതലായി നിർമ്മിക്കുക അടക്കമുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടത്തി വരുന്നുണ്ടോ? തോടുകളും അതുപോലെ തന്നെ പ്രാകൃതികമായിട്ടുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടത്തി വരുന്നുണ്ടോ? നമ്മള് തോടുകള് സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നടത്താറുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഉപ്പുവെള്ളം കയറുന്ന പ്രദേശങ്ങളാണ്. അപ്പൊ ആ ഉപ്പുവെള്ളത്തിന് നമുക്ക് സ്ഥിരം ബണ്ട് സംവിധാനം വന്നാൽ മാത്രമേ നമുക്ക് നല്ല വെള്ളം കിട്ടുകയുള്ളൂ. എന്നാലാണ് നമുക്ക് കൃഷിക്ക് കൂടുതൽ കൃഷിക്കാർക്ക് അത് ഉപയോഗപ്പെടുള്ളൂ. വലിയൊരു ഫണ്ട് വേണം. ആ ഫണ്ട് അത്രയും വലിയൊരു ഫണ്ട് പഞ്ചായത്തിനെ തന്നെ വഹിക്കാനായിട്ട് സാധിക്കില്ല. അത് സർക്കാരോ അല്ലെങ്കിൽ നഗരസഞ്ചയ പോലുള്ള പദ്ധതികൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് അത്തരത്തില് നമുക്ക് കൃഷിക്ക് ആവശ്യമായി അത് തന്നെ കുടിവെള്ളത്തിനും നമുക്ക് പദ്ധതികൾ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് അതൊക്കെ നടപ്പിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ തനതായ രീതിയിലുള്ള ചെറിയ ചെറിയ കുടിവെള്ള പദ്ധതികൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ കൃഷിയൊക്കെ നമുക്ക് നടത്തുന്നത്. ടൂറിസം മേഖലയ്ക്ക് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ടൂറിസത്തിന് സാധ്യതകളുള്ള ഒരു പഞ്ചായത്താണോ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത്? അത്തരത്തിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഏറ്റെടുക്കുന്നുണ്ട്? നമ്മള് ചീപ്പുംചിറ ടൂറിസം, ഞങ്ങൾക്ക് കായലും കനോലിക്കലാലും ഒക്കെ പോണ ഇതാണ്. അവിടെ നമുക്ക് നല്ലൊരു ഞങ്ങൾ 2018 ഒരു ടൂറിസം ചീപ്പുംചിറ ഫെസ്റ്റ് എന്ന് പറഞ്ഞ് നടത്തിയിരുന്നു. അത് നമുക്ക് ഈ ടൈമിലും നമുക്ക് നടത്താനായിട്ട് വമ്പിച്ച വിജയമായിരുന്നു. നമ്മൾ ടൂറിസം ത്തിനുള്ള പ്രാധാന്യം മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് DPR നൽകി നമ്മൾ സർക്കാരിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ വർഷവും അതിഗംഭീരമായിട്ട് തന്നെ ഏപ്രിൽ മാസത്തിൽ നമ്മൾ ടൂറിസം ചീപ്പുംചിറ ഫെസ്റ്റ് നടത്തണമെന്ന് നമ്മൾ ആലോചനയിലുണ്ട്. മുസരീസ് ആയിട്ട് ക്ലബ് ചെയ്തിട്ടും നമ്മളത് ആലോചനയിലുണ്ട്. അത് നമ്മൾ എന്തായാലും നടത്തും. പഞ്ചായത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ അതുപോലെ തന്നെ ഭവന നിർമ്മാണ പദ്ധതികൾ അത്തരത്തിലുള്ള പദ്ധതികൾ എങ്ങനെയാണ് നടത്തിക്കൊണ്ടുപോകുന്നത്? ലൈഫ് മിഷൻ പോലുള്ള പദ്ധതികളിൽ ഉൾപ്പെടുത്തി ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വരുന്നവരടക്കമുള്ളവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതും അതുപോലുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും അതുപോലെ തന്നെ ഭവന നിർമ്മാണ പദ്ധതികൾക്കുമായി എങ്ങനെയാണ് പഞ്ചായത്ത് പ്രവർത്തനങ്ങൾ വിനിയോഗിക്കുന്നത്? ലൈഫ് ഭവന പദ്ധതികൾ നമ്മൾ ഏകദേശം നമ്മളൊരു 342 വീടുകളാണ് ഇതുവരെ നമ്മൾക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചത്. 285 വീട് നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. 57 വീടുകളുടെ പണി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏകദേശം ഒരു 12,82,50,000 രൂപ ഇതിനു വേണ്ടി നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെ റോഡുകൾ, പൊതു റോഡുകളും അതുപോലെ തന്നെ പഞ്ചായത്ത് വക റോഡുകളുടെയും സംരക്ഷണവും അതുപോലെ തന്നെ നവീകരണവും കൃത്യമായി നടപ്പാക്കാൻ സാധിക്കാറുണ്ടോ? ഉപ്പുവെള്ളം കയറുന്ന സ്ഥലമാണ്, വെള്ളക്കെട്ടിന് സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലത്തടക്കം ഈ റോഡുകളുടെ സംരക്ഷണം എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ ഈ റോഡുകളുടെ സംരക്ഷണവും നവീകരണവും എങ്ങനെയാണ് പഞ്ചായത്ത് നേരിടുന്നത്? റോഡ് റീടാറിങ് നമുക്ക് ഞങ്ങളുടെ ഇപ്പൊ ഈ അവസാന സമയത്ത് ഇതില് എല്ലാ റോഡുകളും തന്നെ റീടാറിങ് നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുള്ള ഫണ്ട് വച്ചിട്ടാണ് നമ്മൾ ഇറങ്ങണേ. നമ്മുടെ റോഡ് റീടാറിങ് പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. 40 ലക്ഷമായിരുന്ന റോഡ് ഫണ്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് അത് 2 കോടി രൂപയായിട്ട് വർദ്ധിച്ചത്. അപ്പൊ നമുക്ക് ഇനിയുള്ളത് ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ എല്ലാ റോഡും തന്നെ റീടാറിങ് നമുക്ക് ഈ പ്രാവശ്യം പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പഞ്ചായത്തിന്റെ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതും അതുപോലെ തന്നെ കൂടുതൽ വനിതകൾക്ക് തൊഴിൽ നൽകുന്നതിനായി കുടിൽ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് പോലുള്ള പദ്ധതികൾ, അത്തരത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ, അത്തരത്തിൽ ഏതെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അവ എങ്ങനെയാണ് നടത്തിക്കൊണ്ടുപോകുന്നത്?
സ്വയം തൊഴിലിന് നമ്മൾ 2 വീലറുകൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ അമൃതം പൊടിയുടെ ഒരു യൂണിറ്റ് നമ്മൾ നല്ല വിജയകരമായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് അയൽക്കൂട്ടങ്ങൾ തന്നെ 387 അയൽക്കൂട്ടങ്ങളാണ് ഉള്ളത്. അതിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ തന്നെ നമുക്ക് ഒരു 71 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നല്ല രീതിയിൽ നമ്മുടെ ജനകീയ ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും നമ്മളുടെ കുടുംബശ്രീ ഏറ്റവും നല്ല മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. കുടുംബശ്രീയുടെ ആ ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കുടുംബശ്രീ അതുപോലെ തന്നെ അയൽക്കൂട്ടങ്ങൾ അത്തരത്തിലുള്ള സംഘടനകളുടെ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് പഞ്ചായത്തിൽ നടന്നു പോകുന്നത്? കുടുംബശ്രീ എല്ലാം ഇപ്പോൾ നിലവിൽ വളരെ സജീവമായി നിരവധി കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ കുടുംബശ്രീയുടെ പ്രവർത്തനവും അയൽക്കൂട്ടത്തിന്റെ പ്രവർത്തനവുമെല്ലാം പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ എങ്ങനെയാണ് ഉപയോഗിക്കാൻ കഴിയുക? അതിനെ എങ്ങനെയാണ് പഞ്ചായത്ത് വിനിയോഗിക്കുന്നത്? പഞ്ചായത്തിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും കുടുംബശ്രീക്ക് പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മൾ പഞ്ചായത്തും അതുപോലെ തന്നെ കുടുംബശ്രീയോട് ഒപ്പം ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. കുടുംബശ്രീ എല്ലാ നമ്മളുടെ കൃഷി മേഖലയിലായാലും അതുപോലെ തന്നെ വ്യവസായ മേഖലയിലായാലും എല്ലാ നമ്മള് സംരംഭകരുടെ ആയാലും വിപണന കേന്ദ്രത്തിലും എല്ലാത്തിലും നമ്മളുടെ കുടുംബശ്രീ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ സാംസ്കാരിക മേഖലയിലേക്ക് വരികയാണെങ്കിൽ കേരളോത്സവവും അതുപോലെ തന്നെ ഗ്രാമീണ മേഖലകളിൽ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പലവിധ മേളകൾ, ആഴ്ചച്ചന്തകളും ഓണച്ചന്തകളും എല്ലാം പോലെയുള്ള ഗ്രാമ്യ മേളകളും കേരളോത്സവം പോലുള്ള സാംസ്കാരിക പരിപാടികളും പഞ്ചായത്തിൽ ഏകോപിപ്പിച്ച് കൃത്യമായി നടത്താൻ സാധിക്കാറുണ്ടോ? എങ്ങനെയാണ് ഈ ഒരു സാംസ്കാരിക മേഖലയിലുള്ള പഞ്ചായത്തിന്റെ ഇടപെടൽ? കേരളോത്സവം നമ്മളുടെ പഞ്ചായത്തിലുള്ള ക്ലബ്ബുകാരെയും വായനശാലകളെയൊക്കെ പ്രതിനിധീകരിച്ച് നമ്മുടെ യുവാക്കളും യുവതികളെല്ലാം നല്ല രീതിയിലുള്ള മത്സരങ്ങൾ ഇവിടെ കാഴ്ചവെക്കാറുണ്ട്. ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിലും കാഴ്ചവെച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിന്നറായിരുന്നു ഞങ്ങള്. നല്ല രീതിയിലുള്ള ഇടപെടല് അത് കുടുംബശ്രീയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അംഗനവാടികൾ പോലുള്ള അത്തരത്തിൽ അംഗനവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നവജാത ശിശുക്കൾ അടക്കമുള്ളവർക്ക് ആവശ്യമായ പോഷകാഹാരങ്ങൾ വിതരണം ചെയ്യുന്നതും അവർക്ക് ആവശ്യമായ മറ്റ് സേവനങ്ങൾ നൽകുന്നതും ഒരു വലിയ വിഭാഗം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ മാതൃശിശു സംരക്ഷണവും നവജാത ശിശുക്കളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അംഗനവാടി വഴി നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ, പഞ്ചായത്തിൽ ഉള്ള അംഗനവാടികളുടെ നവീകരണവും അതോടൊപ്പം തന്നെ അംഗനവാടികൾ കേന്ദ്രീകരിച്ച് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? സ്മാർട്ട് അംഗനവാടികളിൽ നമുക്ക് 33 അംഗനവാടികളാണ് മൊത്തത്തിലുള്ളത്. അതിൽ 3 എണ്ണം നമുക്ക് സ്മാർട്ട് അംഗനവാടികളാക്കി മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പോഷകാഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ടുകൾ വെക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അംഗനവാടികളിലെല്ലാം തന്നെ നമുക്ക് പ്യൂരിഫയർ സ്ഥാപിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു അംഗനവാടിക്ക് പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ ഒരു AC നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം പോർട്ടബിൾ ബ്ലൂടൂത്ത് കൊടുക്കണം എന്നാണ് നമുക്ക് ആലോചിച്ച് ഈ പ്രാവശ്യത്തെ പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ കുട്ടികളുടെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കൊടുക്കാറുണ്ട്. നമ്മൾ ബാലകലോത്സവം കഴിഞ്ഞ ദിവസം ബാലകലോത്സവം ഉണ്ടായിരുന്നു. കുട്ടികളുടെ ഏറ്റവും നല്ല രീതിയിലാണ് നമ്മൾ ബാലകലോത്സവം നടത്തിയിരുന്നത്. എല്ലാ സ്കൂളുകളിലേക്കും അത് എല്ലാ അംഗനവാടികളിലേക്കും നമുക്ക് TV കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. TV പഞ്ചായത്തിലെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിനായും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെ സേവനങ്ങൾക്കായും പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ, പ്രത്യേകമായി ആവിഷ്കരിച്ചിട്ടുള്ള ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത് ആക്കി മാറ്റുന്നതിന് വേണ്ടി നടപ്പിലാക്കി വരുന്ന പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ള എന്തെങ്കിലും പഞ്ചായത്ത് നടത്തി വരുന്നുണ്ടോ? അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള പ്രത്യേക പദ്ധതികൾ, പഠനോപകരണങ്ങളുടെ വിതരണം, അതുപോലെ തന്നെ വാഹനങ്ങളുടെ വിതരണം, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ഭിന്നശേഷിക്കാർക്കായിട്ട് നമ്മൾ മുച്ചക്ര വാഹനങ്ങളൊക്കെ കൊടുക്കാറുണ്ട് സ്വയം തൊഴിലിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ നമ്മള് അവർക്ക് വേണ്ടിയിട്ട് നമ്മള് അവരുടെ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭിന്നശേഷി കലോത്സവങ്ങൾ നടത്താറുണ്ട്. പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ നമ്മൾ നൽകാറുണ്ട്.
അതുപോലെ തന്നെ SC വിദ്യാർത്ഥികൾക്കുള്ള നമ്മള് അവർക്കുള്ള ലാപ്ടോപ്പ്, പഠനമുറി, ഫർണിച്ചർ എന്നിവ നൽകാറുണ്ട്. പിന്നെ സ്കോളർഷിപ്പ് നൽകാറുണ്ട്. ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് നൽകാറുണ്ട്. SC-ക്കാർക്കുള്ള കുട്ടികൾ വിദ്യാർത്ഥി വിവാഹ സഹായം കൊടുക്കാറുണ്ട്. SC-ക്കാർക്ക് ഒട്ടനവധി പ്രൊജക്ടുകളുണ്ട്. അതൊന്നും നമ്മള് എല്ലാ കൊല്ലം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ പറയുന്നില്ല. അതല്ലാണ്ട് അതിൽ വ്യത്യസ്തമായി ഞങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് നമ്മൾ പറയുന്നത്.